പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, പീഡിതമായ നിന്റെ രൂപത്തെ, ഉയർത്തുന്നതിന്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്നതിന്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പം മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ്, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ആരുടെയും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ അതിൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞു. നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചുവരപ്പെട്ടുള്ള സാഹചര്യങ്ങൾ, അതിനെ നിയമപരമായിട്ടും സത്യസന്ധം അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം, ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തു ആദ്യം ബന്ധിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. നമ്മളൊരു പര്യടനത്തിലാണ്. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത്
നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 30 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 60 മേനി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യൻ കേരള കൺസെപ്റ്റിൽ ഒരു നെല്ല് മണി ഇട്ട 30 മണി നമുക്ക് ഞാറിലൂടെ അത് കിളുത്ത് ഞാറായി അത് കുലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 30 നെല്ല് കിട്ടിയ 30 മേനി, 60 നെല്ല് കിട്ടിയ 60 മേനി, 100 നെല്ല് കിട്ടിയ 100 മേനി. കർത്താവ് ഇന്നാണ് ഈ ഉപമ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടേ പറയത്തുള്ളൂ. കാര്യം എന്താ, 100 മേനി എന്ന് പറയത്തില്ല. കാര്യം എന്താ, വല്ല 300 മേനി 400 മേനി എന്നൊക്കെ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ചില വിത്തിന് അനന്തമായ സാധ്യതയുടെ വിളവുണ്ട്. നമ്മൾ ആദ്യ ദിവസത്ത് കണ്ടപ്പോൾ നിത്യതയിൽ വിളയുന്ന വിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചത്തൊക്കെ പോയി നോക്കിയാൽ മതി. അല്ല, ശനിയാഴ്ചത്ത് നിത്യതയിൽ വിളയുന്ന വിത്ത്. നിത്യതയിൽ മാത്രമേ അത് നമ്മളിപ്പോൾ ഭൂമി വിതക്കും ആത്മാവിൽ നിത്യതയിലാണത് കുലക്കണത്, പാകമാകണത്. അപ്പം അതുപോലെ തന്നെ ഒരു വിത്ത് വിതക്കുമ്പോൾ 400 മേനി കിട്ടണവരുണ്ട്. 100 മേനി അല്ല, 400 മേനി കിട്ടും. അതെന്താണത്? വിശ്വാസത്തിന് 30 മേനി, പ്രത്യാശയ്ക്ക് 60 മേനി, സ്നേഹത്തിന് 100 മേനി. പിന്നെ എന്താണ് 400 മേനി എന്ന് പറയുന്നത്? സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത സംഭവം. സമർപ്പണം എന്ന് പറഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സമർപ്പണം. വഴിയോരത്ത് നേർച്ചപ്പെട്ടിയിലും സമർപ്പണം എന്ന് എഴുതിയിട്ടുണ്ട്. അടിമ വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട്. സമർപ്പണം അതൊന്നും അല്ലായിരുന്നില്ല. സങ്കടം വരുന്നതൊക്കെ കാണുമ്പോഴേ അതായത് സമർപ്പണം അല്ലല്ല അതൊന്നും. അതൊക്കെ സമർപ്പണമാണ്. സമർപ്പണത്തിൻ്റെ ഏറ്റവും ലഘുരൂപങ്ങളാണ് അതൊക്കെ. സമർപ്പണം എന്താ മക്കളെ? ഒരു മനുഷ്യന് ഒരു കുറേ ഇറച്ചിയായിട്ട് അപ്പൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിറകെ തൂങ്ങിയ കഥയാണല്ല, സംഭവമാണല്ല വചനം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ അവസാനം കഴിഞ്ഞ് അപ്പൻ എന്നെ കൈവിടുകയെന്ന് ഞാൻ പറഞ്ഞു പോയല്ല അപ്പ എന്ന് നിലവിളിക്കും. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും, എൻ്റെ അപ്പനോട് അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ചങ്കായിരുന്നു ശരിക്കും, അതൊരു ധൈര്യമായിരുന്നു. പക്ഷെ കുരിശിൽ അപ്പനോ മകനെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കഥയുണ്ട്. അപ്പം മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് 400 മേനി എന്ന് പറയുന്നത്. എന്താണ്? എലോയി ലമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവനും ചോദിക്കും, നീയും ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. നീ വൃത്തിയുള്ളവനാണെങ്കിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കണം, അതിന് ഉത്തരവ് ഉണ്ടാകുകയും ചെയ്യരുത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു, കർത്താവേ ഞാൻ തൊണ്ട കൊണ്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത്. ചിലപ്പോൾ ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും. അതുകൊണ്ട് ക്യാൻസർ വരത്തതിലെന്നല്ല, ഞാൻ കർത്താവിന് എൻ്റെ തൊണ്ട സമർപ്പിക്കും ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടി. അതെന്താ കാരണം എന്ന് വെച്ചാൽ എന്താ കാര്യം? നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് പിരിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണത്. സുന്ദരമായ ചോദ്യം, ഉത്തരവുണ്ടാകുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം. അപ്പാ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് അങ്ങനെ ചോദിക്കാതെ ദൈവത്തെ നീ പോകരുത്. എന്താ കാര്യം എന്നറിയാവാ? എല്ലാ ഉത്തരവും ഭൂമിയിൽ തരാനുള്ളതല്ല. ചില ഉത്തരങ്ങൾ അപ്പായെടുത്ത് അടുത്തെത്തുമ്പോൾ തരാനുള്ള ഉത്തരങ്ങളാണ്. അതുകൊണ്ട് അപ്പം മിണ്ടത്തില്ല. അതിന് ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, അത് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് പറയും. ഇപ്പം അപ്പൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവി പറയും, ജീസസ് നീ ഇങ്ങോട്ട് നീ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ടൈം ഓഫ് ദി ഫാദറാണ്, അപ്പായുടെ സമയമാണ്, നിൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ നിനക്കിനി പറയാനുള്ളത് ലാസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി മാറ്റർ എഴുതാൻ പറ്റത്തില്ല. ഒൺലി കൺക്ലൂഷൻ. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കും. അപ്പോഴേ ഈശോ പറയും, ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പയെ കാണുന്നില്ല, അപ്പ ഉപേക്ഷിച്ച് എനിക്ക് തോന്നണ പോലെ എനിക്ക് തോന്നണം. പക്ഷേ ഐ കമൺ മൈ സ്പിരിറ്റ്, ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ. എൻ്റെ ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. എന്താണ്? ഞാൻ എന്നെ സമർപ്പിക്കും. വെദർ യു റിസന്റ് മീ ഓർ നോട്ട്, ഐ ഡോണ്ട് മൈൻഡ്. I adhere to your mind,
യുവർ ഹാർട്ട്, ഐ ആം യുവർ ബിലവഡ് സൺ ആസ് യു സെഡ്. നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ പ്രിയപുത്രനായി ഈ ഭൂമിയിൽ നിന്ന് നിന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. ഇതാണ് 400 മേനി എന്ന് പറയണം. കർത്താവ് 400 മേനി കൊയ്യണതിന് മുമ്പ് നമ്മളൊക്കെ 100 മേനി വരെ പറഞ്ഞിട്ടുള്ളല്ല. കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ 400 മേനിയും നിങ്ങൾ കൊയ്യും. ജ്യോതിസ് മരിയ തൃശ്ശൂര്, ജ്യോതിസ് മരിയയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കുറേ നാളത്തേക്ക് ജോലിയുടെ പ്രൊഫഷണൽ ഗ്യാപ്പും അവനെ പഠിച്ചിട്ട് IELTS പ്രവാസി എഴുതിയിട്ട് എനിക്കൊണ്ട് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നണേ, എഴുതിയിട്ട് ശരിയാകണില്ല, ഒന്നും കിട്ടണില്ല. അപ്പോൾ അവളിവിടെ വന്ന ശേഷം ഉടമ്പടി ചെയ്തപ്പോഴും അവൾക്കൊരു ധൈര്യമായി. എന്താ ധൈര്യം? അമ്മ ഈ പ്രാവശ്യം IELTS എന്നെ ജയിപ്പിക്കും, ഒക്കെ വിശ്വാസമായി. പക്ഷേ പാവപ്പെട്ടവൾ തോറ്റുപോയി. അതാ ഞാൻ പറഞ്ഞു, അതെ തോറ്റുപോയെങ്കിലും ആ ഉടമ്പടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തില്ല. ചില ആൾക്കാർ തോറ്റാൽ പിറ്റേ ദിവസം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തില്ല. എന്താ പക്ഷേ ഇവളെങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെയാണ് വന്നത്. കാര്യം പാർട്ടിക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. പല ആൾക്കാരും പണ്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഇവളെന്താ ചെയ്തത്, ഒരു ദിവസം ഭർത്താവില്ല, 2 കുഞ്ഞുങ്ങളെ ഇവളായിട്ടിരിക്കുന്ന സമയത്ത് ഇടിയും വിട്ട് മഴ പെയ്ത്. ഇവർക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. ഉടനെ ഇവൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്തിട്ട് പ്രത്യക്ഷ പ്രാർത്ഥനയിട്ട് പറഞ്ഞു, മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു, ഇടിമിന്നൽ ഇപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ നിന്ന്, മഴയിൽ നിന്ന്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന്. ഉടമ്പടി എടുക്കാമെന്നപ്പോൾ എന്നാ പറ്റിയത്, ഉടമ്പടി എടുത്തിട്ട് IELTS തോറ്റു. എൻ്റെ മക്കൾ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിൻ്റെ അർത്ഥം ദൈവം ആ വാതിലൂടെ അല്ല നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പോണത്. പിറ്റേ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവിടെ IELTS തോറ്റ ദിവസം ഇവളെ ന്യൂസിലൻഡിൽ നിന്ന് ഇവളുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്, അതായത് ഇവിടെ പുതിയ നിയമം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ക്രൈസിസ് വിസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രൈസിസ് വിസ അത് പുതിയൊരു സംരംഭമാണ്. അപ്പോൾ നീ എത്തുമ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഒരു ഏജൻറ്റും ഇല്ലാതെ ഇവൾ തന്നെത്താൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ക്രൈസിസ് വിസയ്ക്ക് ആപ്ലിക്കേറ്റ് ചെയ്യും. ഒരു IELTS പാസ്സാകാതെ ഇവർ ന്യൂസിലൻഡിൽ ചെല്ലും. ഇതാണ് വിഷയം. അതായത് IELTS തോറ്റാണല്ല ഇവർക്ക് പ്രശ്നമായി പോയത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റാലും പക്ഷെ ദൈവം നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും. കൈയടിച്ച് കർത്താൻ തരില്ല. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈ നെഞ്ചുകൊണ്ട് സ്തുതിക്കേണ്ട സമയമാണ്. അച്ഛന് ഓരോ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ഓരോ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിവിടെയുള്ളവർ ഓൺലൈനിലുള്ളവർ സ്തുതിക്കട്ടെ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ അസ്ഥിക്കുഴകളിലും അസ്ഥികളിലും അസ്ഥിമജ്ജകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആന്തരികമായിട്ടുള്ള ഓരോ വൃക്കകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ഹൃദയത്തിലും ചങ്കിലും ശ്വാസകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആമാശയത്തിലും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള നിൻ്റെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ എല്ലാവിധ കോശങ്ങളിലും എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. വാതരോഗങ്ങൾ, മാരക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ന്യൂറോട്ടിക് ട്രബിൾസ്, കർത്താവ് എല്ലാ തരത്തിലും കർത്താവ് ഒരു കാരണവശാലും സൗഖ്യപ്പെടാനാവാത്ത രീതിയിലുള്ള എല്ലാ രോഗങ്ങളും, ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിൻ രോഗങ്ങൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പ്രതിരോധ ശേഷിയെ ശോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ മാരക രോഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭത്തെ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഇൻ്റർവ്യൂ ടെസ്റ്റും പരീക്ഷയും എഴുതി കഴിഞ്ഞവര്, അതിൽ വലിയ ഹോപ്പില്ലെന്ന് തോന്നുന്നവര്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, സർവീസിൽ നിന്ന് ചില പ്രോബ്ലംസ് കാരണം സസ്പെൻഷൻ കിട്ടിയവർ, ജയിലിലായിപ്പോയവർ,
കോടതി കേസിരിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, വീട്ടിൽ കലക്കമുള്ളവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോയവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ വിടുതൽ ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ, മോശമായ ജീവിതാവസ്ഥകൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും നിന്റെ ബന്ധനങ്ങളെ, നിന്റെ നുഖങ്ങളെ തകർത്തെറിയുകയും ചെയ്യട്ടെ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ നുഖങ്ങളും തച്ചുടക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. മുട്ടിൽ നിൽക്കുക. ആദരവോടെ കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിനെ പുനഃസമർപ്പണം ചെയ്യുക. ഇനി ഉടമ്പടി പുതുതായിട്ട് വെക്കാൻ പോകുന്നവരെ എന്താണ് ഉടമ്പടി വെക്കാൻ പോകുന്നത്, ആ വിഷയം ഈ സ്വർഗീയമായ നിമിഷത്തിൽ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ നാഥന് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനാപൂർവ്വം മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ, നമ്മളിപ്പോൾ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രതിഷീരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഉപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും ഞങ്ങൾക്ക് ആവശ്യമായ ആശീർവാദവും ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശവും ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ആത്മാവ് സംസാരിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന
ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ യേശുവിന്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ നിന്റെ അഭിഷേകാർത്ഥികൾ ആന്തരികമായി ആഹ്ലാദിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതിനെ സ്വസ്ഥം ചെയ്യുന്നു. അമ്മേ പരിശുദ്ധമേ, സ്വർഗത്തിൻ്റെ ഭൂലോകത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധമേ, കൃപാസനത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ അപ്പൻ്റെ കൽപ്പന കിട്ടിയ അമ്മേ, ഈ ലോകത്തിൻ്റെ ദുരന്തങ്ങൾക്ക് വേണ്ടി സമാധാനത്തോടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടൊരു സമൂഹത്തിൽ നടക്കുന്ന ആരാധന പ്രതിഷ്ഠിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ദൂരങ്ങളിൽ ഓൺലൈനിലിരിക്കുന്നവരും അവരുടെ ജീവിതങ്ങളെല്ലാം കർത്താവിൻ്റെ തീവ്രവാദ മരുതുകർത്താൽ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവെ സ്ഥിരത്വത്തിൽ അവർ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ ദിവ്യ ആഘാതം പോലെ ദൈവികശക്തി അവരെ ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരു ഇടത്തിലാണ് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കണം എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടിയുടെ ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല, അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി എങ്കിൽ, പ്രോട്ടോക്കോളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും, പൊട്ടത്തില്ല. ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും, സ്വജാതിയിരുന്നും വിജാതിയിരുന്നും. സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും. മനസ്സിലായില്ലേ? ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിന്. അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ്? ലോകത്തിൻ്റെ ജാതിയും. ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി. ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കാൻ ആൾ വന്നില്ലല്ലോ, മക്കളെ കെട്ടിയില്ലല്ലോ, അവർക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപരാധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി. ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കവരെ. സ്വർഗത്തെ എങ്ങനെ? ഇന്നലെ ഒരു ആദിരാജ് കുമാറിൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു, സാക്ഷ്യം. ആ കക്ഷി ഇന്നലെ പറഞ്ഞ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് കേൾക്കരുത്, 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മുട്ടക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന സാക്ഷ്യം പറയണത്. ഈ മുട്ടക്കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് സുവിശേഷം മുഴുവൻ ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ അവർ മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ അവരുടെ ടെസ്റ്റ് നടക്കുന്നത് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ അമ്മയുമായിട്ട് ഇവർക്ക് നല്ല ടൈപ്പാണ്. ഈ ഉടമ്പടി പ്രകാരം നമ്മളറിയാവില്ല, നമ്മൾ പ്രത്യേക ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും. ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ്. നമുക്ക് ഇപ്പം നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ, എന്നാൽ ചുടുവെള്ളത്തരം വേണമെങ്കിലും പറയാം അല്ലേ? ആ ഒരു ബന്ധത്തിലേക്ക് വരും. ആദിരാജ് സുഖാൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള ഫ്ലൈറ്റാണ്, പക്ഷേ ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നീട് അവിടുന്ന് കാർ എടുത്ത് മാഞ്ചസ്റ്ററിലേക്ക് വരാൻ സമയമില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ദുരന്തം മനസ്സിലായി. അപ്പോൾ ഉടനെ അമ്മയോട് പറയും, അമ്മ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഇറങ്ങണമെന്ന് പറയും. മാഞ്ചസ്റ്ററിൽ ഈ വിമാനം ഇറങ്ങത്തില്ല, പക്ഷേ അവർക്ക് ടെസ്റ്റ് മാഞ്ചസ്റ്ററിലാണ്. അപ്പോൾ ഉടനെ എന്താ ചെയ്യുന്നത്? അമ്മ എന്നാ ചെയ്യും? അമ്മ അതിനൊരു പാക്കേജ് ഉണ്ട്. നമുക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ട് പറയാൻ കഴിയണം. മനസ്സിലായില്ലേ? അമ്മ എനിക്ക് മാഞ്ചസ്റ്ററിൽ ഇറക്കണമെന്ന് പറയും. ഈ വിമാനം അമ്മ മാഞ്ചസ്റ്ററിൽ ഇറക്കണം, കാര്യം എൻ്റെ ടെസ്റ്റ് അവിടെയാണെന്ന് പറയും. ഇത്രയും ആധികാരികമായിട്ട് പറയാൻ കഴിയണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ റീസൺ വർക്ക് ചെയ്യത്തില്ല. ഈ ചാർട്ടേഡ് ഫൈറ്റ് അല്ലേ, ഇത് അങ്ങോട്ട് പോകണതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടക്കിറക്കണം, എന്ത് നോൺസെൻസാണ്, ഇവർക്ക് വിവരമില്ലേ, ബുദ്ധിയില്ലേ, ഇത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെയായിരിക്കും വിദ്യാന്മാർ ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു റീസണുണ്ട്. അതെന്താണ്? ഒരു ഹാർട്ട് ഫെൽറ്റ് റീസണാണ്, നോട്ട് ഇൻ്റലക്ച്വൽ ബുദ്ധി ഫെൽറ്റ് ആയിട്ടൊരു റീസൺ അല്ല. ഒരു ഹൃദയവും തമ്മിൽ അറിയുന്ന ഒരു റീസണാണ്. അതുകൊണ്ട് അമ്മ എനിക്ക് മാഞ്ചസ്റ്റർ ഇറക്കണമെന്ന് പറയും. ഉടനെ അമ്മ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? പെട്ടെന്ന് ഈ അവിടെ ഹെയർ ഹോസ്റ്റസ് വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിച്ചപ്പോൾ ഇവർക്ക് ഡയറിയായി, വയറ്റുക്ഷീണമായി ഉടനെ ഇയാൾ ബോധം കെട്ട് വീണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഉടനെ ഹെയർ ഹോസ്റ്റസ് എല്ലാം ഇവരെ കൊണ്ട് വിളിച്ച് അതിനകത്ത് ഡോക്ടർമാരെ വിളിച്ച് ട്രീറ്റ് ചെയ്ത് വിമാനം മാഞ്ചസ്റ്ററിൽ ഇറക്കി. സാക്ഷ്യത്തിൻ്റെ റേഞ്ച് പോണ കണ്ടില്ലേ? സാക്ഷ്യം ആരാണ് കൊയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദിരാജ് സുകുമാരൻ ആരാണ്? നോട്ട് എ ക്രിസ്ത്യൻ. ആരാണ് വിജാതിയൻ?
ആരാണ് സ്വജാതിയെന്ന് നമുക്കറിയത്തില്ല. ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത്? ഈ വിജാതീയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയതാണ്. ആരാണ് വിജാതിയരെന്ന് ആരാണ് സ്വജാതിയരെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി ശ്രീഹയുടെ സുവിശേഷം 5:47 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 5:47 സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മദർ ക്വസ്റ്റ്യൻ എന്താണ്? എവഞ്ചലി, അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? വിശേഷവിധിയായി പറഞ്ഞേ. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉടമ്പടിയുടെ ഒരു വിഷയം അതായി. ഈ ആന്ധ്രസുകുമാർ എന്താണ് ചെയ്തത്? വിശേഷവിധിയായി മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയിട്ട് ഇംഗ്ലീഷ് പത്രം ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത് അപ്പം തന്നെ അവരോട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു. പോരെ? എങ്ങനെയുണ്ട് പരിപാടി? ഇന്ത്യക്കാരത്തെയാണ്, മനസ്സിലായില്ലേ? ഇവർ മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി എന്നറിയാവാ, ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ബാഗിലുണ്ട്. അത് മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ കണ്ട ബ്രിട്ടീഷുകാരോട് കൃപാസന ഇംഗ്ലീഷ് പത്രം കൊടുത്തിട്ട് കൃപാസന അമ്മയെക്കുറിച്ച് സംസാരിച്ചു. അതാണ് അമ്മയും മകളും തമ്മിലുള്ള ബന്ധം, പ്രേക്ഷിത ബന്ധമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. അതായത് അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത്? വിജാതീയരും അങ്ങനെ തന്നെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ആരാണ് വിജാതീയര്? അതായത് വിശേഷവിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതീയരാണ്. ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ? വിശേഷവിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല, അവരെല്ലാം ബ്രാൻഡഡ് ജെൻഡേഴ്സ്. ഈ ബ്രാൻഡഡ് ജെൻഡേഴ്സ് ആണ് ഉടമ്പടി ഓപ്പൺ ആക്കി കിട്ടാത്തത്. അതെന്നുവെച്ചാൽ നമ്മൾ നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം. എന്താണ്? നമ്മൾ വിശേഷവിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത്? അവരേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, സ്നേഹമാണ്, ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം. ദൈവസ്നേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ്? ഭയമാണ്. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:18. 1 യോഹന്നാൻ 4:18 വായിച്ചോളൂ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിലെ ഭയത്തിന് ഇടമില്ല. ഇപ്പൊ ആതിരസുമാന്റെ ഹൃദയത്തിൽ ഭയമില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാരല്ലേ, ഞാനിങ്ങനെ എൻ്റെ ഇംഗ്ലീഷിൽ സംസാരിച്ചവർക്ക് മനസ്സിലാകുമോ? അവർ റിജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഭയം ഉണ്ടാകാം. പക്ഷേ അമ്മയോടുള്ള സ്നേഹം കൊണ്ട്, കാരണം എന്താണ്? ഭയമില്ല. ഈ ഭയമില്ലാത്ത നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട്. ഭയമുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇന്നിപ്പോൾ അച്ഛൻ വായിച്ച പോലെ ഇരിക്കും. അച്ഛൻ എന്താ വായിച്ചത്? ആ ഒരു താലന്ത് കൊടുത്തവൻ എന്നാ ചെയ്തത്? കൊണ്ടുപോയി കുടിച്ചിട്ടിട്ട്. ഇത് വേണം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ കുടിച്ചിട്ടിരിക്കണം എന്ന് നോക്കിക്കേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 25, 24, 25 തിരുവചനങ്ങൾ. മത്തായി 25, 24 വായിച്ചോളൂ. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു. ഇത് പറഞ്ഞേ. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട്. അവർക്ക് സംഭവിച്ചത് എന്താണ്? ഭയമാണ്. ഭയം കാരണം സുവിശേഷ വേല ചെയ്യാൻ പറ്റണില്ല. നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് മടിയെന്നൊക്കെ വിളിക്കുന്നുണ്ട്.
മടിയൻ, അതായത് മറ്റുള്ളവരെ നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ്? മടിയനും ദുഷ്ടനും എന്നാണ്. എന്താ വിളിക്കണത്? ദുഷ്ടനും മടിയനുമായ ഭൃത്യ. രണ്ടു തരം മനുഷ്യരാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഒന്ന് നല്ലവനും വിശ്വസ്തനും, രണ്ടാമത്തെ ആരാണ്? ദുഷ്ടനും മടിയനും. ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം. നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത്. പറഞ്ഞ കളിമാവേ, നീ മടിയനാണെങ്കിൽ നിൻ്റെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം, രോഗികൾ നാളെ പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ്? അവിശ്വസ്തനാണ്. അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ആരാണ്? ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല. ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കിട്ടാത്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒന്നും ചെയ്യത്തില്ല. അവരെ താരം നിങ്ങൾ എടുക്കാൻ പറയും, കൊടുത്ത ഉടമ്പടി തിരിച്ചെടുക്കും. ഉടമ്പടി തിരിച്ചെടുക്കും. നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം, പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും. എന്താ കാര്യം? പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പൊ ദൈവസ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷവിദ്യയായി ചെയ്യുന്നവരാണ് ഉടമ്പടി ക്രാക്കാക്കുന്നവർ, ഉടമ്പടി ഫയറാക്കുന്നവർ. ഇതിൻ്റെ ടെക്നോളജിയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. കാര്യം ഇത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത്. കവനൻ്റ് എന്ന് പറയുന്ന സങ്കല്പം. ലൂക്ക 17:10 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ലൂക്ക 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടില്ലേ? ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിൻ്റെ ഗൂഢത, മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേടുകളാണിതെല്ലാം. വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളത്. അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മാഹാത്മ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു, മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു, 12 മണി വരെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്നു, രാവിലെ അവരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, വണ്ടിയെ കൊണ്ട് ആക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യ പ്രവൃത്തിയാണ്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടവർ അമ്മയെന്ന രീതിയിൽ, അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഭർത്താവിനെ നോക്കണില്ലേ? എൻ്റെ കടമയല്ലേ അത്? അത് ശരിയാണ്, കൽപ്പിക്കപ്പെട്ടതാണത്. എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ, അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ? ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ, മരുന്നിന് കൊടുക്കണില്ലേ, എല്ലാം ഞാൻ ചെയ്യണില്ലേ? നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും. വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും. മനസ്സിലായില്ലേ? അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട്. ഗ്രേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗ്രേസിൻ്റെ കാര്യം. അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം. അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും കിട്ടും, നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും. അവൻ ജനിച്ചു പോയില്ലേ? അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കൃപ എന്ന് പറയണത് വേറെയാണ്. കൃപ എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തു വഴി ഉണ്ടായതാണ്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. കാരണം ക്രിസ്തു വഴി എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തു വഴി ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്? ലൂക്ക 1:16 തന്നെയാണ്. ലൂക്ക 1 കൃപ, അതായത് യോഹന്നാൻ 1:16. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:17. കൃപയും സത്യവുമാകട്ടെ. പറഞ്ഞേ, കൃപയും സത്യവുമാകട്ടെ. കൃപയും സത്യവുമാകട്ടെ. യേശുക്രിസ്തു വഴി ഉണ്ടായി. യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ യേശുക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ. എങ്ങനെയാണ് ഉണ്ടായത്? അത്
അതെപ്പോഴും ഉണ്ടായത് 12:18 അനുസരിച്ചുകൊണ്ടാണ്. ഏത്? മത്തായിയുടെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. പറഞ്ഞ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ. എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. പിതാവിന്റെ ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു. അതിനാണ് കൃപയെന്ന് പറയുന്നത്. ക്രിസ്തുവിന് അത് എങ്ങനെയാണ് കിട്ടിയത്? അത് ഫിലിപ്പിയർ 2:6 അനുസരിച്ച് കിട്ടിയതാണ്. എന്താണ്? അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി. അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിനാണ് കൃപയെന്ന് പറയണത്. കൃപ അവൻ്റെ നാമത്തിൻ്റെ തൽഭവമോ തത്സമമായി. അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും കൃപാപര പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയുടെ കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. കൈയടിച്ച് കർത്താവ്.